മധ്യ കേരളത്തിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. വൈക്കം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മരം വീണ് വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. കിടങ്ങൂരിലും കുമരകം റോഡിലും കാഞ്ഞിരപ്പള്ളി ചോറ്റിയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം കളമശ്ശേരിയിൽ കനത്ത കാറ്റിലും മഴയിലും നാശനഷ്ടം. നിരവധി വീടുകളുടെ മുകളിലേക്ക് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണു. ഇടുക്കി മുല്ലക്കാനത്ത് മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. പത്തനംതിട്ട റാന്നിയിൽ വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കോട്ടയത്ത് നിന്ന് ജോസി ബാബുവും പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷയും ചേരുന്നുണ്ട്. ആദ്യം ജോസി ബാബുവിലേക്ക് പോവുകയാണ്. ജോസി, മധ്യ കേരളത്തിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു. വാഹനങ്ങൾക്ക് കേടുപാട്, വീടുകളെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും മഴ തുടരുകയാണോ? എവിടെയൊക്കെയാണ് ഈ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്? ജീന, മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എങ്കിൽ പോലും കാറ്റ് വീശിയടിച്ചതിൻ്റെ നാശനഷ്ടങ്ങളുടെ എണ്ണം ഇതുവരെയും തിട്ടപ്പെടുത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് 2:30 ആണ് ഈ ശക്തമായ കാറ്റ് ജില്ലയിൽ ഉടനീളം വീശിയടിച്ചത്. വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് കിടങ്ങൂര്, അതോടൊപ്പം തന്നെ കാണക്കാരി, കുറുപ്പന്തറ, കാഞ്ഞിരപ്പള്ളി, ചോറ്റി അടക്കമുള്ള പ്രദേശങ്ങളിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുമരകം റോഡിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. CMS കോളേജ് റോഡിലും സമാനമായ രീതിയിൽ മരം വീണു. ഏറ്റുമാനൂരിലും സമാനമായ രീതിയിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. കൂടാതെ പരസ്യ ബോർഡുകളടക്കം മറിഞ്ഞു വീഴുകയും ചെയ്തു. ഈരാറ്റുപേട്ട, കുറുപ്പന്തറ മേഖലകളിലടക്കം വിവിധ വീടുകൾക്കും നാശനഷ്ടമുണ്ടായ മരം വീണതിനെ തുടർന്ന് പല വീടുകളുടെയും മേൽക്കൂര ഭാഗികമായി തകർന്നു. പനച്ചിക്കാട് സഹകരണ ബാങ്കിൻ്റെ മേൽക്കൂരയിലുണ്ടായിരുന്ന സോളാർ പാനലുകൾ 7 എണ്ണം പറന്നുപോയി. സമീപത്തെ കൃഷിഭവന്റെ മേൽക്കൂരയിലാണ് പതിച്ചത്. കൃഷിഭവന്റെ മേൽക്കൂരയുടെ സീലിങ്ങിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ദേശീയപാതയിലാണ് ചോറ്റിയിലും പൈങ്ങനയിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായത്. ഇങ്ങനെ വ്യാപകമായ രീതിയിലാണ് മരം വീണ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ഒട്ടേറെ സ്ഥലങ്ങളിൽ വൈദ്യുതി ബന്ധവും താറുമാറായിട്ടുണ്ട്. കൂടുതൽ സമയം, മണിക്കൂറുകൾ ആവശ്യമാണ് ഈ വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാൻ ആവശ്യമാണ് എന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. ജില്ലയിൽ നിന്ന് യെല്ലോ അലേർട്ടാണ്. മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ഇടയ്ക്ക് അടിച്ച് ഈ ശക്തമായ കാറ്റാണ് ഇപ്പോൾ വലിയ നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതേസമയം മറ്റ് ആളുകൾക്കാർക്കും ആളപായം ഉണ്ടായിട്ടില്ല, പരിക്കു പറ്റിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. നേരെ മറിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വീടുകൾക്കും അതോടൊപ്പം KSEBക്കുമൊക്കെയും സംഭവിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ. ജീന. ശരി ജോസി, പത്തനംതിട്ടയിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. നന്ദുഷ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എവിടെയൊക്കെയാണ് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീന, ഉച്ചയോടെയാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി മേഖലയിലും കുമ്പഴയിലും ശക്തമായ കാറ്റ് വീശിയത്. ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുത ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. റാന്നി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മരങ്ങൾ കടപുഴകി വീടിന് സമീപത്തേക്കും വീടിന് മുകളിലേക്കുമൊക്കെ വീണ് വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം റോഡുകളിലേക്ക് കടപുഴകി വീണ മരങ്ങൾ വാഹനങ്ങൾക്ക് മുകളിലേക്കും വീണ് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള വൈദ്യുത ശൃംഖലയിൽ കാര്യമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും റബ്ബർ മരങ്ങൾ ഏതാണ്ട് 50ഓളം റബ്ബർ മരങ്ങളാണ് ഈ മേഖലയിൽ കാറ്റിൽ കടപുഴകി വീണിട്ടുള്ളത്. അതോടൊപ്പം ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യം. അതേസമയം ഈ പ്രദേശത്തേക്ക് ഗതാഗത തടസ്സം കുറെ നേരം നേരിട്ടിരുന്നു. പിന്നീട് ഫയർഫോഴ്സും പോലീസും എത്തി മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏതായാലും വൈദ്യുത ലൈൻ പുനഃസ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കാരണം മഴ നേരിയ തോതിൽ തുടരുന്നതിനാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് KSEB ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജീന. നന്ദു, ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? ഒപ്പം ആർക്കും ഒരു ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ലേ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്? ഒപ്പം ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? ജീന, ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നില്ല. ഒറ്റപ്പെട്ട മേഖലകളിലാണ് അതിശക്തമായ മഴയും കാറ്റും വീശിയടിക്കുന്നത്. കോട്ടയത്തെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മഴയേക്കാൾ ഉപരി കാറ്റിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനമായും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി ഈ മേഖലയിൽ വൈദ്യുത ലൈനുകൾക്കേറ്റ കേടുപാടുകളാണ്. ട്രാൻസ്ഫോമർ അടക്കം മരം ചരിഞ്ഞ് വീണ് ട്രാൻസ്ഫോമറിനടക്കം കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇത് പുനഃസ്ഥാപിക്കുന്നതിനാൽ അല്പം സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനാണ് ഏറ്റവും സമയം ആവശ്യമുള്ളതായി പറയുന്നത്. ആളുകൾക്കാർക്കും നാട്ടുകാർക്കാർക്കും ഒരു തരത്തിലുള്ള പരിക്കും ഏറ്റിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഏതായാലും വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും വീടുകൾക്കും വൈദ്യുത ലൈനുകൾക്കുമാണ് കൊടുങ്ങനെയുണ്ടായ വളരെ പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്.
ശരി, നന്ദുവാണ് വിവരങ്ങൾ നൽകിയത്.